കാഫത്തുൽ നാസിലേക്കും കാഫത്തുൽ ഖൽഖിലേക്കും അല്ലാഹുവിൻ്റെ റസൂലാ വഉർസിൽതു ഇലൽ ഖൽഖി കാഫ. സ്വഹീഹ് മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത്. സൃഷ്ടികളാസകലത്തിലേക്കും ഞാൻ റസൂലാണ്. സൃഷ്ടികളാസകലത്തിലേക്കും റസൂലായ റസൂല് യജൂജ് മൗജൂജിൻ്റെ അടുത്തേക്ക് ദീനിനെ ദഅവത്ത് ചെയ്യേണ്ടതുണ്ട്. മലക്കുകൾക്ക് ദഅവത്ത് ചെയ്യേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് ദഅവത്ത് ചെയ്യേണ്ടതുണ്ട്. തൻ്റെ മുമ്പ് കഴിഞ്ഞു പോയവർ 124,000 അമ്പിയാക്കന്മാരിലേക്കും റസൂലാണ്. അവരിലേക്ക് റസൂലാണെന്ന വിവരം വേണ്ടതുണ്ട്. ഇതുകൊണ്ടു തന്നെ നബി റസൂലായിട്ടുള്ള ഖൽഖ് എന്താണോ ആ ഖൽഖുകളെ എല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിൻ്റെ രാത്രിയിൽ അല്ലാഹ് കാണിച്ചു കൊടുക്കുക. ഇതിനും വലിയൊരു ഖുശി എന്താ? കുറേ കൂട്ടർ ഇത് ആത്മീയമാണ് എന്ന് പറയുന്നവരുണ്ട്. അതിശയമൊന്നുമല്ല. ഇസ്രായിനെ നിഷേധിച്ചാൽ നസ്സുൽ ഖുർആൻ കൊണ്ട് സുബൂത്തായ ഇസ്രായേൽ നിഷേധിച്ച ആൾ കാഫിറാകും. മുസ്ലിം നാമധാരികളായ നാമമുള്ളവർ ഇപ്പോൾ ഇസ്രായേലിനെ നിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദസ് അല്ല. ആ മസ്ജിദുൽ അഖ്സ എന്നാണ് പറയുന്ന പള്ളിയല്ല. അവിടേക്കൊന്നും നബി പോയിട്ടില്ല എന്ന് പറയുന്ന നിഷേധികൾ ഇന്ന് വരികയാണ്. അവർ കാണുന്നത് ഒരു രാത്രിയുടെ അല്പസമയത്ത് ഇങ്ങനെ പോയി എന്ന് പറയുന്നത് വങ്കത്തമല്ലേ, അബദ്ധമല്ലേ, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കളവല്ലേ എന്നാണ്. എന്താണ് അല്ലാഹുവിൻ്റെ റസൂൽ സിദ്ദീഖുലൊക്കെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തിൻ്റെ രാവിലും പകലിലും എത്രയോ തവണ ആകാശത്തിന് നീ ഇങ്ങോട്ട് വിവരമെത്തുന്ന മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് വിവരത്തിന് പോയി എന്ന് പറഞ്ഞാൽ ഞാനെന്തിന് നിരാകരിക്കണം, അവിശ്വസിക്കണം എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ സിദ്ദീഖ് എന്ന് പേര് കിട്ടാനിടയാകുന്ന തസ്ദീഖ് അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ടുള്ള തസ്ദീഖ് വെളിപ്പെടുത്തിയത് ഈ ഇസ്രാ മിഅ്റാജിലാണ്. അവരുടെ പിൻഗാമികളായി അവരുടെ കൂടെ കൂടാനുള്ള വിശ്വാസികളെ നമുക്കെല്ലാം ആ തസ്ദീഖാണ് നബിയെക്കുറിച്ച് വേണ്ടത്. പറഞ്ഞത് ഇസ്രാഉം മിഅ്റാജും നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണെന്നത് ശരി. ആ അത്ഭുതം ദൃഢീകൃതമായ നിലയിൽ എന്തൊക്കെയാണ് ലോകത്തോട് നബിക്ക് നൽകാനുള്ള സന്ദേശം, എന്തൊക്കെ ഉണ്ടെന്നാണ് ലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിപ്പ് നൽകുന്നത്, അതൊക്കെ കണ്ടുകൊണ്ട് ദൃഢീകരിച്ച് മനസ്സാഞ്ചല്യമില്ലാതെ മനസ്സിനിളക്കമില്ലാതെ അള്ളാഹുവിൻ്റെ ഹബീബിന് ഉറച്ച് കണ്ടുകൊണ്ടു തന്നെ പറയാൻ കഴിയുന്ന ദൃഢചിത്തത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നു. ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ എന്നു തന്നെ. അതാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത്. ആ മിഅ്റാജ് നമ്മൾ ആഗ്രഹിക്കുന്ന മിഅ്റാജാണ്. ആ മിഅ്റാജിലെ ഏറ്റവും വലിയത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും എത്താൻ കഴിയാതെ പോകാൻ കഴിയാതെ വന്ന ഹത്താ ലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റുഅബൻ ഫവദ്ദഅ വഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മഹാനായ കേരളീയരായ മലയാള കവി, നമ്മുടെ അഭിമാനം, നമുക്കങ്ങേയറ്റം സന്തോഷിക്കാൻ അള്ളാഹു നൽകിയ ഔലിയാക്കളിലെ മഹാൻ ബഹുമാനപ്പെട്ടവർ തിരുഹളറത്തിൽ പോയി നിന്നുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ പ്രകീർത്തിച്ച കാവ്യത്തിൽ നബി തങ്ങളോട് പറഞ്ഞ വാക്കില്ലേ, ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൂട്ടാൻ വന്നാള് കൊണ്ടുപോകാൻ. ആ ജിബ്രീൽ അലൈഹിസ്സലാം പോലും ബഹ്റുന്നൂർ, പ്രകാശത്തിൻ്റെ സമുദ്രം എന്ന ആ മഹാഹിജാബിങ്കലെത്തിയപ്പോൾ, അള്ളാഹുവിൻ്റെ ഹിജാബിൻ്റെ തുടക്കത്തിലെത്തിയപ്പോൾ വഖഫ്, അവിടെ നിന്നുപോയി. ഫവദ്ദ, ഇനി അങ്ങോട്ട് പോരാൻ എനിക്കാവില്ല നബിയെ. വഹതഫ്, അവിടെ നിന്ന് പറഞ്ഞു ദഅനി, എന്നെ വിട്ടേക്കോ, തഖദ്ദം, മുന്നോട്ട് പോയിക്കോളൂ നബിയെ. എങ്ങനെ മുന്നോട്ട് പോകും? യാ ഹബീബി, എൻ്റെ ഹബീബെ മുന്നോട്ട് പോകൂ. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ, ഈ ലോകങ്ങളൊക്കെ യഥാവിധം തൻ്റെ ഹിക്മത്ത് കൊണ്ട് കുതിരത്ത് കൊണ്ട് ഇൽമു കൊണ്ട് നിലനിർത്തിപ്പോരുന്ന രാജാവായ രാജാധിരാജനായ റബ്ബുൽ ഇസ്സത്തിനോട് മുബാശറത്തായി നേർക്കുനേരെയായി മുശാഫഹത്തായി മുനാജാത്ത് നടത്താൻ തങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ ഇവിടെ വാങ്ങുമ്പോൾ എന്ന് ആ റഫുറഫുൽ ഖുദർ എന്ന് പറഞ്ഞ ആ പച്ച പരവതാനി പോലെ നല്ല മേഘത്തിൻ്റെ ഒരു വാഹനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ആ തിരുഹളറത്തിലെത്തുന്നത്. ഈ തിരുഹളറത്തിലേക്ക് പോയച്ച മിഅ്റാജിനെയാണ്
ലോകോത്തര സംഭവമായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹത്തായ ഒരു അനുഗ്രഹമായിട്ടും നമ്മുടെ മുഹമ്മദാജി ഓറ് നമുക്ക് വേണ്ടി നിർണയിച്ചു തരുന്നത് മേറാജ് നേർച്ചയിലൂടെ, മറ്റാരുടെയും അല്ല. അത് നമ്മുടെ കൂടി നേർച്ചയാണ്. മേറാജ് നേർച്ച നമ്മുടെ നേർച്ചയാണ്. കാരണം നമുക്ക് കിട്ടേണ്ടത് അസ്വലാത്തു മേറാജുൽ മൂമിനീൻ, അസ്വലാത്തു മേറാജുൽ മൂമിനീൻ. കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് ദർശിച്ച ആ ദർശനം ആത്മീയമായി നമുക്കനുഭവിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു തആല സമ്മാനിച്ചതാണ് നിസ്കാരം. അസ്വലാത്തു മേറാജുൽ മൂമിനീൻ, വിശ്വാസികളായ മൂമിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തിരുഹളറത്തിൽ മുനാജാത്ത് നടത്താനുള്ള വലിയ മേറാജാണ് നമ്മുടെ 5 വഖ്ത് നിസ്കാരം. 5 വഖ്ത് നിസ്കാരം ആത്മാവ് കൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ മുനാജാത്ത് നടത്താനുള്ള വലിയ സമ്മാനം കൊണ്ടുവന്ന ആ രാത്രിയാണ് മേറാജിൻ്റെ രാവ്. ആ സംഭവമാണ് മേറാജ് സംഭവം. ആ മേറാജ് സംഭവം നമ്മുടെ നിസ്കാരത്തിൻ്റെ ആണ്ടുനേർച്ചയാണ്. നമ്മുടെ നിസ്കാരത്തിൻ്റെ ആണ്ടുനേർച്ചയാണ്. നിസ്കാരം പോലെ വിസ്മരിക്കാത്ത വല്ല ഫർളുമുണ്ടോ? നിസ്കാരം പോലെ രക്ഷയ്ക്ക് സങ്കേതമാകുന്ന, രക്ഷയ്ക്ക് നിദാനമാകുന്ന മറ്റൊരമലുണ്ടോ? ആ മഹത്തായ മേറാജ് അള്ളാഹുവിൻ്റെ റസൂല് ജഡം കൊണ്ട് കണ്ടുകൊണ്ട് കണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനെ കണ്ട അനുഭൂതി നമുക്കത് കണ്ടുകൊണ്ട് കാണാൻ ആഖിറത്തിലെത്തണം. അള്ളാഹു നമുക്കത് നൽകി സഹായിക്കുമാറാവട്ടെ. ആ സഹായം നമുക്ക് അള്ളാഹു തആല നൽകട്ടെ. അത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസ്വദിച്ചു. ആ ആസ്വദിച്ച അനുഭൂതി, ആത്മീയമായിട്ട് അനുഭൂതി നമുക്ക് കിട്ടാൻ മേറാജുമായി വന്നതാണ് മേറാജ് സംഭവം. ഇതിനെവിടെയാണ്, ഈ സംഭവത്തിൽ എവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നാൽ വിശ്വസിക്കുന്നതിന് അപാകതയുള്ള സംഗതി എവിടെയാ? ഒന്നുമില്ല, എവിടെയില്ല. ഏത് പോയിൻ്റാണ് നിഷേധിക്കാൻ പറ്റിയത്? ഒന്നുമില്ല. ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിഷേധിക്കാറൊന്നുമില്ല. ബുദ്ധ്യാതീതമായി, ബുദ്ധിക്ക് വിരുദ്ധമായി, യുക്തിക്ക് വിരുദ്ധമായി ഇതിലൊന്നുമില്ല. പക്ഷേ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തതാണ്, ബുദ്ധി കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തതാണ്. ആ പ്രാപിക്കാൻ കഴിയാത്ത ആ മഹത്തായ സംഭവം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ട് നമ്മൾ അംഗീകരിക്കുന്നു. അതിലെ ഇസ്രാ തീർത്തും അംഗീകരിക്കൽ അനിവാര്യമാണ്. മേറാജ് എന്ന് പറയുന്നതും പ്രമാണബദ്ധമാണ്. അത് വലിയ സംഭവമാണ്. സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്തിട്ടുള്ള മഹത്തായ സംഭവമാണ്. അത് നിഷേധിച്ചാൽ ബിദ്അത്ത് വരുന്ന തരത്തിൽ മുസ്ലിം ലോകത്ത് ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട സംഭവവുമാണ്. ആ സംഭവത്തെയും നിഷേധിച്ചാൽ വിശ്വാസം പിഴച്ചു പോകും. ഇസ്രായിനെ നിഷേധിച്ചാൽ പറ്റപ്പിഴച്ചു പോകും. ആ വിധത്തിലുള്ള ഇസ്രാവും മേറാജും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയത് സന്തോഷിക്കാനും ഓർക്കാനും, നമുക്കൊരാത്മീയ മേറാജുമായി റസൂലുള്ളാഹി കൊണ്ടുവന്നു തന്ന നിസ്കാരത്തിൻ്റെ ആണ്ട് എന്ന നിലയിൽ അതിനെ അനുസ്മരിക്കാനും, അതോടൊപ്പം പരലോകത്ത് ഈ മേറാജിൻ്റെ അനുഭൂതിയാണ് ഇനി നമുക്ക് ലഭിക്കേണ്ടത്. അന്ന് കണ്ട സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അന്ന് നബി തങ്ങൾ കണ്ട നരകത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് എന്ന് പ്രത്യേകമായി ലോകത്തിന് പ്രത്യേകം അറിയിപ്പ് നൽകുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള മഹത്തായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് മേറാജ്. ആ മേറാജിനെയാണ് വാസ്തവത്തിൽ ഇവിടെ അനുസ്മരിക്കുന്നത്. എത്രയോ കാലമായി ആ മേറാജിൻ്റെ നേർച്ച, ആ മേറാജിൻ്റെ നേർച്ച നമുക്ക് വേണ്ടിയാണ് അവർ ഒരുക്കി തന്നത്.